ഇവിടെ ഇവളുടെ ഫ്രണ്ട് ഭൂതങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാന്ത്രിക ബ്രേസ്ലെറ്റ് വാങ്ങി ധരിക്കുകയാണ്. പക്ഷേ അടുത്ത നിമിഷം അവളുടെ ബ്രേസ്ലെറ്റ് പൊട്ടിപ്പോകുന്നു. ഇവരും അത് കണ്ട് ഷോക്കായി. അന്നേരം അവളുടെ ഉറ്റ സുഹൃത്ത് അവളുടെ തോളിൽ ഒരു കൈ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവൾ ഭയന്നുപോയി. വ്യക്തമായി പറഞ്ഞാൽ അവളെ ഒരു പ്രേതം വേട്ടയാടുന്നുണ്ടായി. എന്നാൽ ഇവൾ അതിനെക്കുറിച്ചൊന്നും അവളോട് പറഞ്ഞില്ല. അവൾ പേടിക്കണ്ട എന്ന് കരുതിയിട്ടാണ് അവൾ പറയാണ്ടിരുന്നത് തന്നെ. പകരം ചെയ്തത് അവളെ അടുത്തുള്ള ഒരു അമ്പലത്തിലേക്ക് കൊണ്ടുപോയി. സ്ത്രീകോവിലിനുള്ള ദിവ്യശക്തികൾ ദുരാത്മാക്കളെ അകറ്റുന്നതിന്റെ ഫലം തീർച്ചയായും മതിയെന്നോർത്ത്. എന്നാൽ അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ നേരത്തെ കണ്ട അതേ പ്രേതം ശ്രീകോവിലിന് പുറത്തു നിൽക്കുന്നു. ചില ഘട്ടങ്ങളിൽ ഇവൾക്ക് പ്രേതങ്ങളെ കാണാനുള്ള കഴിവ് ലഭിച്ചു. അങ്ങനെ ഒരു ദിവസം അവളുടെ ടീച്ചർക്ക് പെട്ടെന്നൊരു ലേബർ പെയിൻ വന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ടൈമിൽ ടീച്ചറുടെ മേൽ തിളങ്ങുന്ന നിരവധി കൈകൾ ഉണ്ടായിരുന്നു. അപ്പോഴാണ് അറിയുന്നത് അവൾക്ക് പ്രേതങ്ങളെ കാണാനുള്ള കഴിവുണ്ടായിരുന്നു. പിന്നിലുണ്ടായ ഒരാൾ വിഷമിക്കേണ്ട, അവരെ ആ കൈകൾ സംരക്ഷിച്ചുള്ളെന്നും ഗർഭിണിയായ സ്ത്രീയെ കാക്കുന്ന ആത്മാക്കളാണെന്ന് അവളോട് പറഞ്ഞു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പ്രിൻസിപ്പൽ ക്ലാസ്സിൽ വന്ന് ഒരു സന്തോഷ വാർത്ത പങ്കുവയ്ക്കുകയാണ്. അവരുടെ അധ്യാപകർ സുരക്ഷിതമായി ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ജന്മം നൽകി. ടീച്ചർ വരുന്നതുവരെ തൽക്കാലത്തേക്ക് പുതിയ ടീച്ചറെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ടീച്ചറെ കണ്ടതും എല്ലാ വിദ്യാർത്ഥികൾക്കും വളരെ ആകാംക്ഷയായി. അതും ഒരു സുന്ദരനായ പുതിയ ടീച്ചറായിരുന്നു. എന്നാൽ ഇവളൊഴികെ അവൾക്ക് വളരെ ടെൻഷനായിരുന്നു. ആ ടീച്ചറെ കണ്ടപ്പോൾ ആ ഒരു പുതിയ ടീച്ചറിന്റെ പിന്നിലുമുണ്ടായി ഒരു കറുത്ത പ്രേതം.